യുവമോർച്ച ഭാരവാഹി പ്രഖ്യാപനത്തിൽ സംഘടനയ്ക്കുള്ളിലും ബി.ജെ.പിയിലും കലാപം. ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചാണ് നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ പുറത്തുവരുന്നത്. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന ഉടമസ്ഥനെന്നും എസ് സുരേഷിന് ഇഷ്ടമില്ലാത്തവരെ വെട്ടിയൊതുക്കുകയാണെന്നും വിമർശനം. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, ആരാണ് ഈ പബ്ലിക് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്? എസ്കെൻ, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയാണ് യുവമോർച്ചയുടെ ഭാരവാഹികളെ ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പ്രഖ്യാപിച്ചത്. ആ ഭാരവാഹി പട്ടികയിൽ കെ സുരേന്ദ്രൻ അതുപോലെ എം.ടി. രമേശ് വിഭാഗങ്ങളെ വെട്ടിനിരത്തി എന്ന ആരോപണം എസ് സുരേഷ് കേൾക്കുകയാണ്. അതിൽ എസ് സുരേഷ് വിഭാഗക്കാരെ അധികമായി ഉൾപ്പെടുത്തിയെന്ന വിമർശനം കേൾക്കുകയാണ്. എസ് സുരേഷിൻ്റെ പേരിൽ പാർട്ടിയിൽ പുതിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടോ, ഒരു ഗ്രൂപ്പ് പിന്നെ ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയം പോലും പാർട്ടിയിൽ ഉടലെടുത്തിരിക്കുന്ന ഒരു ഘട്ടമാണ്. ആ സമയത്താണ് എസ് സുരേഷിനെയും അതുപോലെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയും രൂക്ഷമായി വിമർശിച്ച് ബി.ജെ.പിയിലെയും അതുപോലെ യുവമോർച്ചയിലെയും ഒക്കെ പ്രവർത്തകരും ജനപ്രതിനിധികളും, അതായത് വാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഒ.ബി.സി മോർച്ച നേതാക്കളും ഒക്കെ രംഗത്തെത്തുന്നത്. മുൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ CR പ്രഫുൽകൃഷ്ണൻ ഈ പുതിയ ഭാരവാഹികൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു കൊണ്ടിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടി എന്നോണം ഒ.ബി.സി മോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിപിനിട്ട ഫേസ്ബുക്ക് കമന്റ് ഇങ്ങനെയാണ്: രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി സംസ്ഥാന ഉടമസ്ഥൻ എന്നാണ് ഒ.ബി.സി മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിശേഷിപ്പിക്കുന്നത്. കോർപ്പറേറ്റ് ബുദ്ധിയും കൊണ്ട് സംഘടന ഓടിക്കാൻ വന്ന നിങ്ങൾക്ക് പിഴച്ചു. ജനറൽ സെക്രട്ടറി എസ് സുരേഷിനും ഈ കമന്റിൽ വിമർശനമുണ്ട്, രൂക്ഷ വിമർശനമുണ്ട്. സുരേഷിന് ഇഷ്ടമില്ലാത്തവരെയൊക്കെ വെട്ടിയൊതുക്കി രാജീവ് ചന്ദ്രശേഖരനെ പോലെ കുറച്ച് ആളുകളെ കൊണ്ട് മോർച്ചയിൽ നിറച്ചു വെക്കുകയാണ്. ഉപയോഗിച്ച പദം നമ്മൾ എന്തായാലും ഉപയോഗിക്കുന്നില്ല, കൊണ്ടുവെക്കാനാണ് ശ്രമിക്കുന്നത്. ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം, അല്ലാതെ വാലാട്ടികളുടെ കുരകേട്ട് പാവങ്ങളെ കല്ലെറിയാൻ നിൽക്കരുത്. ഭാരതീയ ജനതാ പാർട്ടിയെ ബിസിനസ് ജനതാ പാർട്ടിയാക്കി എന്ന ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് വിപിൻ. അതുമാത്രമല്ല, യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ സജിത്ത് മാരായമുട്ടത്തെ വെട്ടിയതിലും ബി.ജെ.പിക്കുള്ളിലെയും യുവമോർച്ചയിലെയും അതിർത്തി ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വഴി പുറത്തു വരികയാണ്. അവഗണന സജിത്തിന് മാത്രമല്ല, ബി.ജെ.പിക്കൊപ്പം നിസ്വാർത്ഥമായി നിന്ന പ്രവർത്തകരെ മുഴുവൻ, നൂറുകണക്കിന് പ്രവർത്തകരെ ഇത്തരത്തിൽ അവഗണിക്കുന്നുവെന്നാണ് ഇവർ പരാതികളായി ഉയർത്തുന്നത്. സ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.